ഹേ ഗൈസ് വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു K-ഡ്രാമ എക്സ്പ്ലനേഷൻ ആണ്. 2020 നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത ഒരു K-ഡ്രാമയാണ്. ആക്ഷൻ, റിവെഞ്ച്, ത്രില്ലർ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഡ്രാമയാണ്. ഡ്രാമയുടെ പേരാണ് മൈ നെയിം. സ്വന്തം അച്ഛനെ കൊന്നവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളുടെ സ്റ്റോറിയാണ് ഈ ഒരു ഡ്രാമ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് നമ്മുടെ മെയിൻ ആക്ടറായ യൂൻ ജീവോ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. അവളൊരു സ്കൂൾ സ്റ്റുഡൻ്റാണ്. അങ്ങനെ സ്കൂളിൽ പോകാൻ സമയമായി കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ നേരെ റെഡിയായി സ്കൂളിലേക്ക് പോകുന്നു. എന്നാൽ അവൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ അവളെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളോട് അവളുടെ അച്ഛനെ പറ്റിയാണ് ചോദിക്കുന്നത്. അച്ഛനെ വിളിച്ചോ, അച്ഛനൊരു ഗാങ്സ്റ്ററാണ്, അപ്പം അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അവൾ ഒന്നിനും റിപ്ലൈ കൊടുക്കാതെ നേരെ നടന്നു പോവാണ്. അങ്ങനെ അവൾ ക്ലാസ്സിലെത്തുന്ന സമയത്ത് അവളുടെ ഡെസ്കിൽ ഇങ്ങനെ അവളെ പറ്റി എഴുതിയതും അവളുടെ അച്ഛനെ പറ്റി എഴുതിയതൊക്കെ അവൾ കാണുന്നു. ക്ലാസ്സിലെ കുറച്ച് വില്ലത്തിയാൾ അവളെ ബുള്ളി ചെയ്യാൻ വരികയാണ്. അവളുടെ അച്ഛനെ പറ്റി അച്ഛനൊരു ഗാങ്സ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളെ ബുള്ളി ചെയ്യുന്നത്. പക്ഷെ അവൾ ഒന്നിനും റിപ്ലൈ കൊടുക്കാതെ സൈലൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പീരീഡ് ആയി. പക്ഷെ ആരും അവളുടെ കൂടെ കളിക്കാൻ പോകുന്നില്ല. അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ് ഇല്ല, ആരുടെ സപ്പോർട്ടും ഇല്ല, ഫാമിലി ഇല്ല, ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ സ്കൂളിലും അവളെ തേടി പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അവളെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ ഈ സമയത്താണ് അവളുടെ അച്ഛൻ്റെ മെസ്സേജ് വരുന്നത്. അവളുടെ 17ാമത്തെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു. പക്ഷെ അവൾ അതിനും റിപ്ലൈ കൊടുക്കുന്നില്ല. അങ്ങനെ അവൾ നേരെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു കുട്ടീനെ വില്ലത്തിയാൾ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും അവളുടെ ഡെസ്കിൽ ഡസ്റ്ററേറ്റൊക്കെ ചോക്ക് പൗഡറൊക്കെ ആക്കി വെച്ച് കാണും. അങ്ങനെ അവൾ ആ ഡസ്റ്റർ എടുത്തുകൊണ്ട് അവൾ നേരെ ചെന്നിട്ട് അവളുടെ മൂന്ന് കിട്ടുന്നു കൊടുക്കും. അങ്ങനെ അവർ തമ്മിൽ അവിടെ നല്ലൊരു ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ അവർ നേരത്തെ ബുള്ളി ചെയ്ത കുട്ടിയുടെ അടുത്ത് നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ നേരെ അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഒരു ഗാങ്സ്റ്ററിൻ്റെ മകളുടെ അടുത്ത് കളിക്കാൻ വരരുതെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവൾ പോകുന്ന സമയത്ത് അവളുടെ ടീച്ചർ അവളുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് വരികയാണ്. ഈ സമയത്ത് അവളുടെ ID കാർഡ് പറിച്ചെടുത്തിട്ട് ടീച്ചറിൻ്റെ അടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണെന്നും കൂടി പറയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് രാവിലെ കണ്ടാത്ത ആൾക്കാർ അവളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവരുടെ കാറിൻ്റെ സൈഡ് മിററിന് അവൾ ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അവളുടെ ബാഗൊക്കെ അവരുടെ കാറിൻ്റെ മുകളിൽ എറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് തിരിഞ്ഞോടുകയാണ്. അങ്ങനെ അവൾ അവസാനം ഒരു റിവറിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ ഇരുന്നുകൊണ്ട് അവൾ അച്ഛൻ്റെ ഒപ്പമുള്ള ഫോട്ടോസൊക്കെ നോക്കിയിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തും അവരവളെ കാത്തു നിൽക്കുന്നുണ്ടാവും. പക്ഷേ അതിലൊരാൾ അവളെ തല്ലാൻ വേണ്ടി പോകുമ്പോൾ മറ്റേ അവനെ തടുക്കും. അങ്ങനെ അവളിപ്പോൾ വീട്ടിലെത്തി. അവിടെ അവളുടെ അച്ഛൻ കൊടുത്തയച്ച ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ അവൾ അതൊന്നും എടുക്കാതെ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കായിരിക്കും. ആ സമയത്താണ് അവൾക്ക് അവളുടെ അച്ഛൻ്റെ കോള് വരിക. പക്ഷെ ആദ്യമൊന്നും അവൾ എടുക്കൂല. പക്ഷെ അച്ഛൻ വീണ്ടും അടിക്കുന്ന സമയത്ത് അവൾ എടുക്കും. അപ്പോൾ അച്ഛൻ വിളിച്ചത് ബർത്ത്ഡേ വിഷ് ചെയ്യാനാണ്. പക്ഷെ അവളൊന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഞാൻ അയച്ച ഗിഫ്റ്റ് എനിക്ക് കിട്ടിയോ, ഐപാഡാണ്, എങ്ങനെയുണ്ട്, ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവൾ അതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ പോലീസ് നിങ്ങളിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എല്ലാവരും പറയുന്നത് ഞാനിപ്പോൾ ഒരു ഗാങ്സ്റ്ററിൻ്റെ മോളാണെന്നാണ്. സ്കൂളിലൊന്നും ആരും എന്നോട് സംസാരിക്കുന്നില്ല, നിങ്ങളെപ്പോഴും ഫോൺ ഓഫാക്കി വെക്കും, എന്നിട്ട് നിങ്ങൾ എവിടെയാണെന്ന് പോലും എന്നോട് പറയില്ല, നിങ്ങൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം ശരിയായതിനു ശേഷം ഞാൻ വരാം എന്നും പറയാണ്. പക്ഷെ അവളപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ മരിച്ച പോലെയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ അച്ഛൻ കാറ് കയറി ഇരുന്നിട്ട് അവൾ അയച്ച മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കും. എന്നിട്ട് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആളാണ്, അയാളുടെ പേരാണ് തൈജുവിനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് അയാൾ കാർ എടുത്തുകൊണ്ട് പോകും. ഈ സമയത്ത് നമുക്ക് കാണാം തൈജു ആർക്കോ കോൾ ചെയ്തിട്ട് അയാൾ ഇവിടുന്ന് കാർ എടുത്തുകൊണ്ട് പോയി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ അയാൾ നേരെ ചെല്ലുന്നത് മോളെ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ ആരും കാണാതെയാണ് അവളുടെ അടുത്തേക്ക് പോകുന്നത്. ഈ സമയത്ത് നമ്മൾ രാവിലെ കണ്ട അതേ ആൾക്കാരെ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ അതിലൊരാൾ പുറത്തിറങ്ങുന്ന സമയത്ത് അച്ഛനെ കാണും. അപ്പം അച്ഛൻ അയാൾ ഇടിച്ചിട്ടിട്ട് മോളെ കാണാൻ വേണ്ടി പോവാണ്.
അങ്ങനെ അച്ഛൻ ചാവി എടുത്തിട്ട് ഡോറ് തുറക്കാൻ നോക്കും. പക്ഷെ അത് തുറക്കാൻ കിട്ടൂല, കാരണം അവളത് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവൾ അച്ഛനാണെന്ന് പറഞ്ഞത് തുറക്കാൻ വരുന്ന സമയത്താണ് പുറത്തുനിന്ന് ഒരാൾ ഒരു ബ്ലാക്ക് ഹൂഡിയൊക്കെ ഇട്ടിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഗണ്ണിട്ട് വരും. അങ്ങനെ അവൾ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ട് അച്ഛൻ ലോക്ക് പിടിച്ചു നിൽക്കും. അപ്പോൾ അവൾക്കും ഡോർ തുറക്കാൻ കിട്ടൂല. ഈ സമയത്താണ് അച്ഛനെ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് അവൾ കേൾക്കുന്നത്. പക്ഷെ അച്ഛൻ അവളടുത്തേക്ക് അയാൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാവി അമർത്തി പിടിച്ചു നിൽക്കും. അവൾക്കാണെങ്കിൽ ഡോറ് തുറക്കാനും കിട്ടൂല. എന്നിട്ട് അയാളോട് മോളൊന്നും ചെയ്യരുതെന്ന് പറയും. അപ്പോൾ അയാൾ അച്ഛനെ തന്നെ ഷൂട്ട് ചെയ്യും. അങ്ങനെ അവൾ അച്ഛനോട് ഡോർ തുറക്കാൻ പറയും. പക്ഷെ അച്ഛൻ അവളോട് പുറത്തേക്ക് വരരുതെന്ന് പറയും. അങ്ങനെ അച്ഛൻ അവിടെ ആകെ തളർന്ന് കിടക്കും. മോളെ, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്റെ ജീവിതം നരകമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ പറയും. അവൾ എത്ര ഡോറ് തുറക്കാൻ പറഞ്ഞിട്ടും അച്ഛൻ ഡോറ് തുറക്കൂല. ഞാൻ ഇങ്ങനെ തീരണം, ഇതെല്ലാം എൻ്റെ തെറ്റാണെന്നൊക്കെ അച്ഛൻ പറയും. അങ്ങനെ ലാസ്റ്റ് അവൾ ഒരു വിധത്തിൽ ഡോറ് തുറന്നിട്ട് വരും. പക്ഷെ അപ്പോഴത്തേക്കും അച്ഛൻ മരിച്ചു കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എപ്പിസോഡ് 1. ഇനി ബാക്കി എപ്പിസോഡുകളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ആരാണ് അച്ഛനെ കൊന്നത്, എന്തിനെ കൊന്നത്, അവൾ എങ്ങനെയാണ് റിവെഞ്ച് എടുക്കുന്നത് എന്നൊക്കെ അടുത്ത എപ്പിസോഡ്സിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം.